Hi dear students, welcome back to the chapter trigonometry. It is very important chapter in mathematics. First, we are going to discuss about the angles. Angle, കോണുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യണം. നമ്മൾ ഒരു പ്രൊട്രാക്ടർ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വരെ എത്തുമ്പോൾ 90 ഡിഗ്രിയാണ്. പിന്നെ ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ 180 ഡിഗ്രിയാണ്. അപ്പൊ അതിന്റെ റൊട്ടേഷൻ അതുമായാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുമ്പോൾ ഒരു ലൈൻ, ഇതിനെ ഇനീഷ്യൽ ലൈൻ എന്ന് പറയും. ഓക്കെ, ഇനീഷ്യൽ ലൈൻ അല്ലെങ്കിൽ ഇനീഷ്യൽ സൈഡ് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഒന്ന് ഇങ്ങനെ ടേൺ ചെയ്ത് ഇങ്ങനെ വന്ന് നേരെ ഈ ഷേപ്പിൽ നിൽക്കുമ്പോഴാണ് അത് 90 ഡിഗ്രി ആവും അല്ലെ. ഇത് വീണ്ടും ഇങ്ങനെ ഇത് രണ്ടും ഒരുപോലെ ഒരു ലൈൻ മാറി നിൽക്കുമ്പോൾ അത് 180 ഡിഗ്രി ആവും ഇങ്ങനെ. ഓക്കെ, അപ്പൊ ആ തുടങ്ങുന്നതിനെ ഇനീഷ്യൽ സൈഡ് എന്ന് പറയും. ഇതിന് വെർട്ടെക്സ് എന്ന് പറയും. വെർട്ടെക്സ് ഇവിടുന്ന് ഒരു പ്രത്യേക രീതിയിൽ ഒന്ന് ടേൺ ചെയ്താൽ ഇവിടെ നിർത്തിയാൽ ഇതിനെ ടെർമിനൽ സൈഡ് എന്ന് പറയും. ടെർമിനൽ സൈഡ് ഇതിങ്ങനെ ആന്റി ക്ലോക്ക് വൈസിലും വരും, അതുപോലെ ക്ലോക്ക് വൈസിലും വരും. നമ്മൾ ആന്റി ക്ലോക്ക് വൈസിലാണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. അതുകൊണ്ട് ആന്റി ക്ലോക്ക് വൈസിലാണ് ഡയറക്ഷൻ എങ്കിൽ അതിനെ പോസിറ്റീവ് ആംഗിൾ എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ കറങ്ങി ഇങ്ങനെ വരുമ്പോഴാണ് 90 ഡിഗ്രി ആക്കുക. പിന്നെ വീണ്ടും ഇങ്ങോട്ട് കറങ്ങി എത്തുമ്പോൾ 180 ഡിഗ്രിയോ. ആന്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നതെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ് ഡിഗ്രിയാണ്. പോസിറ്റീവ് നമ്മൾ ആംഗിൾ പറയാം. നേരെ മറിച്ച് വീണ്ടും ഇത് സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ ഇനീഷ്യൽ സൈഡ്. ഇത് വെർട്ടെക്സ്. ഇവിടെ നിന്നും ഇങ്ങനെ ക്ലോക്ക് വൈസിലാണ് ഡയറക്ഷൻ വരുന്നതെങ്കിൽ ഇങ്ങോട്ടാണ് ഡയറക്ഷൻ വരുന്നതെങ്കിൽ ഈ ടെർമിനൽ സൈഡ് ഇത് നെഗറ്റീവ് ആംഗിളിലും പറയും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ആംഗിൾ പറയാം? ആംഗിൾ പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ പോസിറ്റീവിലും പറയും, ക്ലോക്ക് വൈസിലാണ് നെഗറ്റീവിലാണ് ആംഗിൾസ് പറയും. ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ, യൂണിറ്റ്സ് ഓഫ് ആംഗിൾ മെഷർമെന്റ്. കോണുകൾ അളക്കുന്നതിന്റെ യൂണിറ്റുകളാണ്. സാധാരണ നമ്മൾ കോണുകൾ പറയാം, ആംഗിൾസ് പറയാ ഡിഗ്രിയിലാണ് അല്ലെ. 10 ഡിഗ്രി, 20 ഡിഗ്രി, 25, 32 ഡിഗ്രി, 90 ഡിഗ്രി ഒക്കെ ഡിഗ്രിയിലാണ് പറയാം. അത് ആംഗിൾ മെഷർമെന്റ് ആണ്. വേറൊരു ആംഗിൾ മെഷർമെന്റ് കൂടിയുണ്ട്, റേഡിയൻ മെഷർമെന്റ്. അത് നമ്മൾ പിന്നെ പറയാം. ആംഗിൾ മെഷർമെന്റ് നമുക്കറിയുന്നതാണ്. ഇവിടുന്ന് തുടങ്ങി ആന്റി ക്ലോക്ക് വൈസിൽ വന്ന് ഈ ഒരു ഷേപ്പിൽ നിന്നാൽ 90 ആയി. വീണ്ടും വന്ന് അത് ഒരു ലൈന് മാറിയിരുന്നാൽ അതെന്തായി 180 ഡിഗ്രി ആയി. വീണ്ടും അതൊന്നുകൂടെ കറങ്ങാണ് ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ കറങ്ങി 270 ഇങ്ങനെ വന്ന് ഒരു റൗണ്ട് ഫുള്ളാണ് കറങ്ങും. ഒരു റൗണ്ട് ഫുള്ള് കറങ്ങും. അപ്പൊ നമുക്ക് 360 ഡിഗ്രി ആവും. ഈ ഒരു റൗണ്ട് ഫുള്ള് കറങ്ങും തന്നെയാണ് 1 റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് ഫുള്ള് കറങ്ങല. ഇത്രയും നമുക്കറിയാം. ഇത് 90 ആണ്, പിന്നെ 90 വരും. ഒരു പൊട്രാക്ട് പിന്നെ പൊട്രാക്ട് ഇങ്ങനെ വെച്ചാൽ പറ്റാം. രണ്ട് പൊട്രാക്ട് വെച്ചാൽ എന്താവും 180, 360. അപ്പോ ഒരു റൗണ്ട് ഫുള്ള് കറങ്ങുന്നതാണ് ഒരു റെവല്യൂഷൻ. അത് നമുക്കറിയാം 360 ഡിഗ്രിയാണ്. സോ 1 revolution is equal to 360 ഡിഗ്രി. ഒരു റൗണ്ട് ഫുള്ള് കറങ്ങുക അത് 360 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോ ഒരു റൗണ്ട് ഫുള്ള് കറങ്ങി 360 ഡിഗ്രി. അതാണ് ഒരു റെവല്യൂഷൻ. ഇത് ശരിക്കും ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസുകളാണ്. അങ്ങനെ 360 കഷ്ണങ്ങളാണ്. അങ്ങനെ 360 കഷ്ണങ്ങളാക്കാൻ പറ്റിയാൽ നമുക്ക് ഓരോന്നിനെയും ഓരോ ഡിഗ്രി എന്ന് പറയും. ഈ റൗണ്ട് ഫുള്ള് കറങ്ങുന്നതിനെയാണ് ഒരു റെവല്യൂഷൻ എന്ന് പറയാ. അത് 360 ഡിഗ്രിയാണ്. ഇത് ഇങ്ങനെ കറങ്ങുമ്പോൾ 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രിയെ 360 കഷ്ണങ്ങളാണ് 360 പീസുകളാക്കി കഴിഞ്ഞാൽ അതിൽ ഒരു പീസ് എടുത്താൽ അതാണ് 1 ഡിഗ്രി. സോ ഒരു റെവല്യൂഷന്റെ 1/360th പാർട്ട്, ഒരു റെവല്യൂഷന്റെ
360 ഒരു ഭാഗം. റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ റൗണ്ട് ഫുള്ള് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി. അതിന്റെ 360 തുല്യ കഷ്ണങ്ങൾ എടുക്കുക, അതിൽ നിന്നും ഒരു കഷ്ണം എടുക്കുക, അതാണ് 1 ഡിഗ്രി. സോ 1/360 360 ഒരു കഷ്ണം ഓഫ് ഏതിന്റെ ഓഫ് 1 റവല്യൂഷൻ. ഒരു റവല്യൂഷന്റെ 360 തുല്യ കഷ്ണങ്ങളാക്കുന്നു, അതിൽ നിന്നും ഒരു കഷ്ണം എടുക്കും, അതിനെയാണ് എന്ത് പറയാ 1 ഡിഗ്രി. ഒരു ഡിഗ്രി. ഓക്കെ, അപ്പൊ ഒരു ഡിഗ്രി ഏകദേശം മനസ്സിലാക്കല്ലോ, വളരെ ചെറുത് അല്ലെ. ഇനി ആ ഒരു ഡിഗ്രിയെ 60 തുല്യ കഷ്ണാക്കുക. ഒരു ഡിഗ്രി വളരെ മൈന്യൂട്ടാണ്, അതിനെ 60 തുല്യ കഷ്ണാക്കുക, അതിൽ നിന്നും ഒരു കഷ്ണം എടുക്കുക, അതിനെയാണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്. സോ ഒരു ഡിഗ്രിയെ 60 കഷ്ണം എടുക്കുക, ആക്കുക, അതിൽ ഒരു കഷ്ണം 1/60 ഓഫ് ഡിഗ്രി. ഒരു ഡിഗ്രിയുടെ 60 ഒരു ഭാഗം എടുക്കുക, അതിനെയാണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്. 1 മിനിറ്റ് എന്നത് റേഡിയൻ. ഓക്കെ, അപ്പൊ 1 മിനിറ്റ് ഇതിന്റെ 60 എന്ന് പറയുമ്പോൾ വളരെ ചെറുത് അല്ലെ, അതാണ് 1 മിനിറ്റ്. ക്ലിയർ അല്ലേ? ഈ 1 മിനിറ്റിനെ വീണ്ടും 60 തുല്യ കഷ്ണങ്ങളാക്കുക. വളരെ ചെറുതാണ്, അതിന് 60 തുല്യ കഷ്ണമാക്കുക, അതിൽ നിന്നും ഒന്നെടുക്കുക, അതിനെയാണ് 1 സെക്കൻഡ് എന്ന് പറയുന്നത്. സോ ഇത് 1 മിനിറ്റ് ആണ്. 1 മിനിറ്റിന്റെ 60 ഒരു ഭാഗം 1/60 ഓഫ് 1 മിനിറ്റ് is equal to 1 സെക്കൻഡ്. ഒരു റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് ഫുള്ള് കറങ്ങലാണ്. അപ്പോൾ 360 ഡിഗ്രി സംഭവിക്കും. ആ ഒരു റൗണ്ട് ഫുള്ളിനെ 360 തുല്യ ഭാഗങ്ങളാക്കുക, അതിൽ നിന്നും ഒന്നെടുത്താൽ കിട്ടുന്നതിനെയാണ് 1 ഡിഗ്രി. ഓരോന്നും 1 ഡിഗ്രികളാകുമ്പോ 360 കഷ്ണങ്ങൾ ചേർന്നതാവും 360 ഡിഗ്രി. ക്ലിയർ? ഓക്കെ, ഇനി ഒരു ഡിഗ്രി എടുക്കുക. ആ ഒരു ഡിഗ്രിയെ 1/60 60 ഒരു ഭാഗം ഒരു ഡിഗ്രിയുടെ, അതാണ് 1 മിനിറ്റ്. 1 മിനിറ്റിന്റെ 60 ഒരു ഭാഗം എടുക്കുക, അതാണ് 1 സെക്കൻഡ്. അതായത് 60 സെക്കൻഡ് ആണ് 1 മിനിറ്റ്. 60 സെക്കൻഡ് ചേർന്നാൽ 1 മിനിറ്റ്. ഓക്കെ, 60 മിനിറ്റ് ചേർന്നാൽ 60 സെക്കൻഡ് 1 മിനിറ്റ്. 60 മിനിറ്റ് എന്താകും? 1 ഡിഗ്രിയുമായി. 60 seconds equal to 1 minute and 60 minutes is equal to 1 degree. Okay, next one, radian measurement. നമ്മൾ ഡിഗ്രി മെഷർമെന്റ് പറഞ്ഞു, അടുത്ത റേഡിയൻ ആണ്. യൂണിറ്റ്സ് ഓഫ് ആംഗിൾ മെഷർമെന്റ് ആണ് അല്ലെ. ആംഗിൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് മെഷർ ചെയ്യാം? ഒന്ന് ഡിഗ്രി മെഷറിലാണ് പറഞ്ഞത്. അടുത്തത് റേഡിയൻ മെഷർമെന്റ്. എന്താണ് ഒരു റേഡിയൻ? റേഡിയൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആംഗിളിന് എങ്ങനെയാണ് റേഡിയൻ കൂടി പറയാനുള്ള കാര്യമാണ്. 1 radian is an angle subtended at the center by an arc of length r, where r is the radius of the circle. ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ അത് സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന ഒരു ആംഗിൾ ആണ്. ആരുണ്ടാക്കുന്ന? ഒരു ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. എങ്ങനെയുള്ള ആർക്കാണ്? എത്ര വലിപ്പമുള്ള ആർക്കാണ്? റേഡിയസിന്റെ അതേ വലിപ്പമുള്ള ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അവിടെ പറയാം, ഇതൊരു സർക്കിൾ, ഇതതിന്റെ റേഡിയസ് അല്ലെ. ഇതൊരു 5 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ 5 സെന്റിമീറ്റർ ഒരു സർക്കിൾ വരച്ചു. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ 5 ആണല്ലോ അല്ലെ. ഇവിടുന്ന് ഇങ്ങോട്ട് 5 ആണ് എങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇവിടം വരെ എത്തുമ്പോ ഇത് അതിന്റെ പെരിമീറ്റർ ആണ്, ചുറ്റളവാണ് അല്ലെ. സർക്കിളിന്റെ ചുറ്റളവ് പെരിമീറ്റർ ഇക്വേഷൻ എന്താണ്? 2πr. 2πr. റേഡിയസ് 5 ആണ്. 5 കൊടുത്തേക്കാം. 2π × 5 10π വരും. 10 × 5 വരാ 3.1. 10 × 31.4. ഇവിടെ നിങ്ങൾക്ക് 31.4 ദൂരം ഉണ്ടാവും അല്ലെ. ഈ പെരിമീറ്റർ അതും ശരിക്കും സെന്റിമീറ്റർ തന്നെയാണ്. അത് നമുക്ക് നേരെ ഇതിങ്ങനെ നിർത്തി നോക്കിയാൽ, ഇത് കമ്പി കൊണ്ടുള്ള സർക്കിൾ ആണെങ്കിൽ ആ കമ്പി ഇങ്ങനെ നിർത്തി നോക്കിയാൽ നമുക്ക് എത്ര സെന്റിമീറ്റർ ആണ്? ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ പെരിമീറ്റർ എത്ര ഉണ്ടാവും? 31.4 സെന്റിമീറ്റർ. ഇതേ വലിപ്പം, ഇത് 5 ആണ്. അതേ വലിപ്പമുള്ള ഒരു ആർക്ക് എടുക്കുക. ആർക്ക് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് വന്നിട്ട് 5 ആകുമ്പോൾ നിൽക്കാം. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് 5 ആണ് കിട്ടുക. ഈ ആർക്ക് ലെങ്ത് ഉണ്ടല്ലോ, ഇത് 5 ആണ് എന്ന് അസ്യൂം ചെയ്യും. റേഡിയസ് 5 ആണ്, ഫിക്സ്ഡ് ആണ്. ആർക്ക് ലെങ്ത്, ആർക്ക് ഇങ്ങനെ വലുതായി വരണം. നമുക്ക് എവിടെയും കൊണ്ടുപോകാം. അവിടെ എടുത്താൽ ഇവിടുന്ന് ഇവിടം വരെ 5, ഇവിടുന്ന് ഇവിടുന്ന് 4, 3 ഒക്കെ ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടാവുമ്പോ 5 ഉണ്ടാവും. അങ്ങനെ വന്ന് ആർക്ക് ലെങ്ത് അങ്ങനെ എത്രയാണ് ഇവിടം വരെ നമുക്ക് പറയാം. ഈ റേഡിയസിന് അത്രയും വലിപ്പമുള്ള ഒരാൾ അവിടെ നിൽക്കും. ഇതാ
ഇപ്പൊ ഇതിന്റെ പ്രത്യേകത റേഡിയസും ആർക്ക് ലെങ്ത്തും ഈക്വൽ ആണ്. ഈ ആർക്കിന്റെ രണ്ട് എൻഡ് പോയിന്റുകളാണല്ലോ ഇത്. ഇവിടെ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് വരക്കുമ്പോൾ കിട്ടുന്ന ഈ ആംഗിൾ, ഇതാണ് 1 റേഡിയൻ. ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൽ ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ ആ സർക്കിളിന്റെ റേഡിയസ് എത്രയാണോ അത്രയും വലിപ്പമുള്ള ഒരു ആർക്ക് ലെങ്ത് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, അതാണ് 1 റേഡിയൻ. ഇതിന്റെ റേഡിയസ് 3 ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഇതേ 3 വരുന്ന ഒരു ആർക്ക് ലെങ്ത് എവിടെയാണോ അത് 3 ആണെങ്കിൽ ഈ ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ ഇതാണ് 1 റേഡിയൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 3 വീണ്ടും ഒരു 3 കൂടെ എടുക്കാം. ഈ 3 സെന്ററിൽ ഉണ്ടാക്കുന്ന 1 റേഡിയൻ, വീണ്ടും ഒരു 3 ഇത് 3 ആണ് സെന്ററിൽ ഉണ്ടാക്കുന്നത്. ഇത് വേറൊരു 1 റേഡിയൻ ആണ്. ഇത് 1 റേഡിയൻ ആണ്, ഇതും 1 റേഡിയൻ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടാവുന്നു? 2 റേഡിയൻ ഉണ്ടാവും. അപ്പോ റേഡിയന്റെ അളവ് കാണാൻ അത്ര പണിയുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് എത്ര ഉണ്ട് നോക്കുക. ഇത് എത്ര ഉണ്ട്? 6. പിന്നെ അതിന്റെ റേഡിയസ് എത്രയാണ്? 3 ആണ്. 6/3 എത്രയാണ് നോക്കുക? 2 അല്ലേ? ഈ ആർക്ക് ലെങ്ത് എത്ര ഉണ്ടോ, ഈ ആർക്കിന്റെ ലെങ്ത് എത്രയാണോ അതേ ബൈ റേഡിയസ് എത്ര ഉണ്ട്? 3. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ കിട്ടുന്ന റേഡിയൻ 2 റേഡിയൻ കിട്ടും. ഇത് 6 ആണ്, അതിന്റെ റേഡിയസ് 6 ആണ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതേ 6 ലെങ്ത് ഇവിടെ വരുമ്പോൾ നിർത്തുക. 6. ഇനി വേറെ 6 എടുക്കാതാ. ഇത് 6 ആണ്, ഇത് വേറെ 6 ആണ്, ഇത് വേറെ 6 ആണ്. അങ്ങനെ 6കൾ കുറെ എടുക്കാൻ പറ്റും. ഈ 6ൽ നിന്നും ആർക്ക് ലെങ്ത് തന്നെയാണ് റേഡിയസ്. റേഡിയസിന്റെ ലെങ്ത്തും ആർക്ക് ലെങ്ത്തും ഈക്വൽ ആകുമ്പോൾ ഉണ്ടാകുന്ന സെന്ററിൽ ഉണ്ടാകുന്ന ആംഗിൾ, അതാണ് ഒരു റേഡിയൻ. ഒരു ഡിഗ്രി അല്ല, ഒരു റേഡിയൻ. ഇത് 1 റേഡിയൻ ആണ്. ഇത് വേറെ 6 ആണ്. ഇതേ ആർക്ക് ലെങ്ത് തന്നെയാണ്, ഈ ആർക്ക് ലെങ്ത് തന്നെയാണ് റേഡിയസ്. അതുകൊണ്ട് ഇത് വേറെ 1 റേഡിയൻ ആണ്. ഇത് ആർക്ക് ലെങ്ത് തന്നെയാണ്, റേഡിയസിന് ഈക്വൽ ആണ്. അപ്പൊ ഇത് 1 റേഡിയൻ ആണ്. അപ്പൊ 1 റേഡിയൻ 1 റേഡിയൻ 1 റേഡിയൻ കൂടി എന്താവും? 3 റേഡിയൻ ആവും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര ഉണ്ട്? 3 റേഡിയൻ ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വരാം. ഇത് എത്ര ആർക്ക് ലെങ്ത്? ആർക്ക് ലെങ്ത് 6ഉം 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 80. ആർക്ക് ലെങ്തിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 3. അത്രയും റേഡിയൻ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇതിന് 7 ആണ്. ഇനി ഇത് 7 ആകുമ്പോഴാണ് 7 വന്ന് ഇവിടെ 7 ആകുമ്പോഴാണ് എന്താവുക? 1 റേഡിയൻ ആവുക. പിന്നെ 14 വരുമ്പോഴാണ് വേറെ 1 കൂടെ ചേർന്ന് 2 റേഡിയൻ ആവുക. അങ്ങനെയാണെങ്കിൽ ഇത് 7 കുറച്ചതാ. ഇത് 9 ആണെങ്കിൽ റേഡിയസ് 7 ആണ്, ആർക്ക് ലെങ്ത് 7ൽ നിന്ന് കുറച്ച് ദൂരം പോയി 9 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു റേഡിയനിലേക്കാൾ കുറച്ച് കൂടുതലുണ്ടാവും അല്ലെ? കുറച്ച് കൂടും. അത് എത്രയെന്ന് അറിയാൻ മാർഗം this 1 by this 1. ആർക്ക് ലെങ്ത് എത്രയാണ്? 9/7. ഇത് എത്ര ഉണ്ടാവും? ഇത് 1നേക്കാൾ കൂടുതൽ 1 പോയിന്റ് സംതിങ് അല്ലേ? ഇത്ര റേഡിയൻ ആയിരിക്കും. 9/7 റേഡിയൻ ആയിരിക്കും. ഇനി ഇവിടെ നിങ്ങട്ട് 5 ആണെങ്കിൽ ഇത് 5 ഉള്ളൂ. ഇത്ര ഭാഗം 5 ആണ്. പക്ഷെ റേഡിയസ് 7 ആണ്. 7 ഉണ്ടാണെങ്കിൽ എന്താ ഉള്ളൂ? ആർക്ക് ലെങ്തും റേഡിയസിന്റെ ലെങ്തും ഈക്വൽ ആകുമ്പോഴേ 1 റേഡിയൻ ആവുള്ളൂ. ഇത് 7 ആയിട്ടില്ല, അതുകൊണ്ട് ഇത് 1 റേഡിയൻ ആയിട്ടില്ല. അപ്പൊ എത്ര റേഡിയൻ ഉണ്ടാവും? ആർക്ക് ലെങ്ത് 5/7. 5/7 ഉണ്ടാവും അതിന്റെ റേഡിയൻ. അത്ര റേഡിയൻ 5/7 ലെസ് ദാൻ 1 ആണ് അല്ലെ? അത്ര റേഡിയൻ. ഇത് തന്നെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസിലാണ്. ക്ലോക്ക് വൈസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആംഗിൾ സ്റ്റാർട്ടിങ്ങിൽ ക്ലോക്ക് വൈസിലാണെങ്കിൽ ആംഗിൾ നമ്മൾ എന്താ പറയാ? നെഗറ്റീവിലാണ് പറയാം. അപ്പൊ ഇത് ക്ലോക്ക് വൈസിൽ പറയുമ്പോൾ ഇങ്ങനെ ഇത് 8 ആണ്. ഇത് ഇങ്ങോട്ട് 8 എടുത്താൽ അത് 100. ആ 8 ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ ഇങ്ങോട്ടാണ് 8 എടുക്കണമെങ്കിൽ അപ്പൊ ഇങ്ങോട്ടാ ഡയറക്ഷൻ വരാം. അങ്ങനെയാണെങ്കിൽ ഇത് 8 ആണെങ്കിൽ ഇത് this 1 by this 1 ഇതേ ബൈ ഇത് ചെയ്യാം. 8/8 എന്നല്ലേ? 1 റേഡിയൻ ആയിരിക്കും. അത് നെഗറ്റീവിലാണ് പറയാ. -1 റേഡിയൻ. ഈ എടുക്കുന്നത് 11 ആണെങ്കിൽ ഇത്ര കണ്ട് ഇത് 11 ഉണ്ട്. ആർക്ക് ലെങ്ത് 11 ആണെങ്കിൽ 8 ആണെങ്കിൽ 1 റേഡിയൻ. ഇത് 8നേക്കാൾ കുറച്ചുണ്ട്, അതുകൊണ്ട് 1നേക്കാൾ കുറച്ച് കൂടും. 11/8 11/8 എത്ര? 1 പോയിന്റ്. അത്ര റേഡിയൻ ഉണ്ടാകും. ഇത് ഇങ്ങോട്ട് ക്ലോക്ക് വൈസിലായതുകൊണ്ട് മൈനസിലാണ് പറയും. ഓക്കെ, സോ ഇൻ ജനറൽ ഒരു സർക്കിൾ അതിന്റെ റേഡിയസ് ഡിനോട്ടഡ് ബൈ r.
ഇനി ഇതേ 6 ലെങ്ത് വരുമ്പോഴാണ് എന്താവുക 1 റേഡിയൻ ആവുക. ഇത് ഈ ലെങ്ത് അതിനെ ഡിനോട്ടഡ് ബൈ എൽ ആണ്. റേഡിയസ് 6 ഒരു ആർക്ക് എടുത്തു അതിന്റെ ലെങ്ത് നമ്മൾ എൽ ഡിനോട്ട് ചെയ്യും. ആ എല്ലും ആറും ഈക്വൽ ആവുന്ന സമയത്താണ് 1 റേഡിയൻ ആവുക. ചിലപ്പോ എല്ല് വലുതാവും, ചിലപ്പോ എല്ല് ചെറുതാവും. എന്തായിക്കോട്ടെ, റേഡിയസിന് 6 കൊടുത്തു, ഒരു ആർക്ക് എടുത്തു അതിന്റെ ലെങ്ത് എല്ലും ആണ് എങ്കിൽ ഈ എല്ലും ആറും ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും തമ്മിൽ ബന്ധം എൽ ബൈ ആർ. ഇവിടെ ആർക്ക് ലെങ്ത് അല്ല, ഇവിടെ റേഡിയസ് എൽ ആർ ആണ്. എൽ ബൈ ആർ ആയിരിക്കും ഇവിടെ നിന്ന് റേഡിയൻ, അതിനെ തീറ്റ എന്ന് കൊടുക്കും. സോ ഹിയർ എൽ ബൈ ആർ ഈക്വൽ ടു തീറ്റ. ഈ എല്ലിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എത്രയാണോ തമ്മിൽ ചെയ്തത് അത്ര റേഡിയൻ അവിടെ സംഭവിക്കും. സോ എൽ ബൈ ആർ ഇസ് ഈക്വൽ ടു ദിസ് ആംഗിൾ തീറ്റ. തീറ്റ മസ്റ്റ് ബി ഇൻ റേഡിയൻ. അത് റേഡിയനിലാണ് പറയുന്നത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ, റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി മെഷർ ആൻഡ് റേഡിയൻ മെഷർ. ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു. ഡിഗ്രി മെഷർ തന്നിട്ട് അതിനെ റേഡിയനിലാക്കാൻ ചോദിക്കും, റേഡിയൻ മെഷർ തന്നിട്ട് ഡിഗ്രിയിലാക്കാനും ചോദിക്കും. അപ്പൊ അത് തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. തന്നിരിക്കുന്ന ഡിഗ്രി മെഷറിനെ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതെന്താവും, റേഡിയൻ മെഷറിലേക്ക് ചാടും. റേഡിയൻ മെഷറാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ 180 ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡിഗ്രി മെഷർ. ഓക്കെ, സോ റേഡിയൻ മെഷർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് the given degree measure with pi by 180 and the degree measure is obtained by multiplying the given radian measure with 180 by pi. തമ്മിൽ ചെയ്താൽ നമുക്ക് എന്താവും, റേഡിയൻ ഡിഗ്രി ആക്കാം, ഡിഗ്രിയെ റേഡിയനും ആകും. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് വേണ്ട. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺവേർട്ട് 30 ഡിഗ്രി ഇൻടു റേഡിയൻ മെഷർ. 30 ഡിഗ്രിയെ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ given the degree measure and we have to convert this degree measure to radian measure. റേഡിയനിലേക്ക് മാറും. ഈ 30 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ ആണ് ഇത്. 30-നൊപ്പം ഡിഗ്രി എന്നാണ്. അതിനെ റേഡിയൻ എന്നതിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, തന്നിരിക്കുന്നത് 30 ആണ്, ഡിഗ്രിയാണ്. ഡിഗ്രി മെഷർ ഇൻറ്റു എന്ത് ചെയ്താലും റേഡിയനിലേക്ക് ചാടുക, റേഡിയനിലേക്ക് ചാടണം. ദിസ് വൺ ഇൻറ്റു പൈ ബൈ 180. ഡിഗ്രിയാണിത്. ഡിഗ്രി ഇൻറ്റു പൈ ബൈ 180 ചെയ്താൽ റേഡിയൻ ആവും. സോ ഇതാണ് ഡിഗ്രി ഇൻറ്റു പൈ ബൈ 180, അല്ലെങ്കിൽ പൈ ബൈ 180 ഇൻറ്റു ഈ തന്ന ഡിഗ്രി പൈ ബൈ 180. ഇതാ 0 0 കട്ട് ചെയ്യാം, പിന്നെ 3ഉം 8ഉം കട്ട് ചെയ്യാം. 3 ഇതിൽ എത്ര 3 ഉണ്ട്, 1. 8ൽ എത്ര 3 ഉണ്ട്, 6. സോ 5 by 6. ഇപ്പോ അതിന്റെ യൂണിറ്റ് മാറും, റേഡിയനിലേക്ക് മാറും. സോ 30 ഡിഗ്രി ഈക്വൽ ടു 5 by 6. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. കൺവേർട്ട് 45 ഡിഗ്രി ഇൻറ്റു റേഡിയൻ മെഷർ. 45 ഡിഗ്രി എന്നത് 45 ഇൻറ്റു പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ തമ്മിൽ കട്ട് ചെയ്യാൻ പറ്റും. ഇത് 90യുടെ ഡബിളാണ്, ഇത് 90യുടെ ഹാഫ് ആണ്. അല്ലെങ്കിൽ ഇതിൽ 2 90 ഉണ്ട് എന്ന് പറഞ്ഞാൽ 4 45 ഉണ്ട്, അങ്ങനെയാണ്. ഇല്ലെങ്കിൽ 5 കൊണ്ട് വട്ടം, എങ്ങനെ വട്ടതാണ്. ഇതിൽ എത്ര 45 നോക്കും, 90 ആണെങ്കിൽ 2 40 ഉണ്ടാവും. 180 ആകുമ്പോഴോ 4 ആണ്. സോ സിമ്പിൾ. 1 പിന്നെ മെയിൻ 1 പൈ മുറിച്ച പൈ ആണ്, പൈ ബൈ 4. ഇപ്പൊ അതിന്റെ പേര് അവിടെ എന്താ ചേർന്നു, കൂട്ടിച്ചേർന്നു, റേഡിയൻ. ഡിഗ്രി എന്നുള്ള പേര് മാറി റേഡിയൻ എന്ന പേരിലേക്ക് മാറണമെങ്കിൽ ഇത്രയും പണി ചെയ്യണം, പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. 120 ഡിഗ്രി 120 ഡിഗ്രി റേഡിയൻ 120 ഇൻറ്റു പൈ ബൈ 180. 0 0 കട്ട് ചെയ്യാം. ബാക്കിയെടുത്ത് എത്രയാണ്, 12 പൈ ഉണ്ട് മേലെ, താഴെ 18. 6 കൊണ്ട് കട്ട് ചെയ്യാം. ഇതിൽ എത്ര 6 ആ, 2 6. ഇതിൽ എത്ര 3. സോ ലാസ്റ്റ് ആൻസർ 2 പൈ ബൈ 3. അത്ര റേഡിയൻ. ഓക്കെ, അടുത്ത 90 ഡിഗ്രി കൺവേർട്ട് ചെയ്യണം. 90 ഇൻറ്റു പൈ ബൈ 180 അല്ലെ, 90 യോട് കട്ട് ചെയ്യാം. ഇതിൽ ഒരു 90, ഇതിൽ 2 90. സോ പൈ ബൈ 2, പൈ ബൈ 2 റേഡിയൻ. 360 ഡിഗ്രിയോ റേഡിയൻ 360 ഇൻറ്റു പൈ ബൈ 180. ഇതിൽ എത്ര 180 ഉണ്ട്, 1. ഇതിൽ എത്ര 180 ഉണ്ട്, 2. സോ ലാസ്റ്റ് ആൻസർ 2 പൈ, 2 പൈ റേഡിയൻ. ഓക്കെ, 150 ഈക്വൽ ടു 150 ഇൻറ്റു പൈ ബൈ 180. 0 0 കട്ട് ചെയ്യാം. 15ഉം 18ഉം ഉണ്ട്, 3 കൊണ്ട് കട്ട് ചെയ്യാം. ഇതിൽ എത്ര 3 ഉണ്ട്, 5. ഇതിൽ എത്ര 3 ഉണ്ട്, 6. സോ 5 പൈ ബൈ 6 അത്ര റേഡിയൻ. അപ്പൊ നമ്മൾ പഠിച്ച
പ്രൊട്രാക്ടറിൽ ഇവിടുന്ന് ഇവിടെ വരെ വരുമ്പോഴാണ് 90. ഈ 90 ആണ്, ഇത് നമ്മൾ 90 ഡിഗ്രി എന്ന് പറയാം. അതാണ് ശരിക്കും എത്ര π/2 റേഡിയൻ. ഇത് വേറെ 90 ആണ്, അത് വേറെ π/2. ഇത് π/2 ഇത് π/2 ആകുമ്പോ അത് ഇങ്ങനെ ഒന്നുകൂടെ മേലത്തും എത്രയാവും 180 ഉണ്ടാവും. π/2 π/2 ഉണ്ടാവും. π/2 2 π/2 π കിട്ടും. അതായത് 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന 180 ഡിഗ്രി ആണ്. 180 ഡിഗ്രി ആണ് പൈ റേഡിയൻ. 180 ഡിഗ്രി ചെയ്ത് അതേമാതിരി പൈ റേഡിയൻ. വീണ്ടും ഈ പ്രൊട്രാക്ടർ ഒന്നുകൂടെ റൗണ്ട് ഫുൾ ആക്കി എന്താ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇതൊരു 90 ആണ്, 2 90, 3 90, 4 90. 4 × 90 4 90 360 അതാണ് റെവല്യൂഷൻ. ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 4 π/2 ആണ്. 4 π/2 എന്ന് പറഞ്ഞാൽ ഒരു π/2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി, 2 π/2, 3 π/2, 4 π/2, 4 90കൾ, 4 9 36 കണ്ടോ 360 ഡിഗ്രി. ഇതാണ് 2π റേഡിയൻ. അതായത് ഇവിടുന്ന് ഇവിടെ വരെ വരുന്ന നമ്മൾ പഠിച്ച 180 ഡിഗ്രി π/2 ചേർന്നൊരു π/2 π/2 2 π/2 ഇത്രയാണ്. ഇതാണ് ഇത് π/2, ഇത് π/2. അപ്പൊ എന്താവും 2 π/2 π അല്ലെ. അതായത് 180 ഡിഗ്രി ആവുമ്പോ 90 ആവുമ്പോ π/2 റേഡിയൻ. പിന്നെ 90 വരുമ്പോ 2 π/2 പറയുമ്പോ π അവിടെ π ആയി. പിന്നെ 3 π/2 3 π/2 270 ഡിഗ്രി അതാണ് 3 π/2. പിന്നെ 4 9 36 360 ഡിഗ്രി ആകുമ്പോ 2π. π/2 വീണ്ടും π/2 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 4 π/2 അതാണ് 2π അതാണ് 360 ഡിഗ്രി. ഓക്കെ, അപ്പോ ഡിഗ്രി മെഷർ തന്നാൽ റേഡിയൻ മെഷർ ആക്കാൻ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഈ ടേബിൾ ഇതുപോലെ നിങ്ങൾ എഴുതിയിട്ട് പഠിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി റേഡിയൻ മെഷർ തന്നിട്ട് അതിനെ ഡിഗ്രിക്ക് മാറാൻ ശ്രമിക്കും. സോ നമുക്ക് തുടങ്ങാം. കൺവേർട്ട് π/4 റേഡിയൻ. റേഡിയൻ ആണ് അതിനെ ഡിഗ്രിക്ക് മാറും. ഇതുവരെ നേരം തിരിച്ചായി π/4 റേഡിയനെ ഡിഗ്രിക്ക് മാറും. അപ്പൊ ഇത് ഡിഗ്രിയിലാണ് അവിടെ വരും, ഇവിടെ ഡിഗ്രിയിലാണ് മാറും. π/4 ഇൻറ്റു തന്നിരിക്കുന്ന റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷർ ആക്കാൻ 180/π അല്ലെ. റേഡിയൻ മെഷർ ആണ് തന്നിരിക്കുന്നത്. ഈ റേഡിയൻ മെഷറിനെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എവിടേക്ക് ചാടും? അത് ഡിഗ്രിക്ക് ചാടും. 180/π കൊണ്ട് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. ബാക്കി വന്ന് 180/4 ആണ്. 180/4 എന്നാൽ 90/2 എന്നാൽ 45 ഡിഗ്രി. ഇപ്പൊ അത് ഡിഗ്രിയായി. നേരത്തെ 45 ഡിഗ്രി നമ്മൾ ഇങ്ങോട്ട് മാറ്റി, അപ്പൊ ഇതിന് അങ്ങോട്ട് മാറ്റാൻ പറ്റുമല്ലോ അല്ലെ. ഇതാണ് π/2 റേഡിയൻ. π/2 എന്ന് ഓർക്കണം, അത് 90 ഡിഗ്രി ആണ് നേരത്തെ പറഞ്ഞത്. എങ്കിൽ നമുക്ക് ചെയ്യാം π/2 = ഡിഗ്രിക്ക് എങ്ങനെ പറയാം? 180/π ചെയ്താൽ മതി അല്ലെ. കട്ട് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് 180/2 90. നെക്സ്റ്റ് 7π/2 റേഡിയൻ. 7π/2 റേഡിയൻ ആണ്, ഡിഗ്രിക്ക് മാറ്റാം. ഇൻറ്റു 180/π. പൈയും കട്ട് ചെയ്യാം. ഈ 2 ഇതും കട്ട് ചെയ്താൽ 90. ലാസ്റ്റ് 7 × 90 97 63 ആണ്. അപ്പൊ 630 ഡിഗ്രി. സോ ഇത്ര റേഡിയൻ പറഞ്ഞാൽ 630 ഡിഗ്രി ആണ്. ഓക്കെ, അടുത്തത് 4π/5 റേഡിയൻ. 4π/5 ഇൻറ്റു 180/π. പൈയും കട്ട് ചെയ്താൽ 4 × 180 മുകളിൽ വരും, താഴെ ഒരു 5 വരും. 5 കൊണ്ട് കട്ട് ചെയ്യും. ഇതിലൊരു 5. ഇതിൽ എത്ര ഉണ്ടാവും? 180 36. 36 × 4 72 144 144 ഡിഗ്രി. ഇങ്ങനെയാണ് റേഡിയനെ ഡിഗ്രിക്ക് മാറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റേഡിയനെ ഡിഗ്രി ആക്കാൻ പഠിച്ചു, ഡിഗ്രി റേഡിയൻ ആക്കാൻ പഠിച്ചു. എന്നാൽ ഇവിടെ ക്വസ്റ്റ്യൻ കൺവേർട്ട് 40 ഡിഗ്രി 20 മിനിറ്റ് ഇൻറ്റു റേഡിയൻ മെഷർ. നമ്മൾ ഇതുവരെ ഡിഗ്രി ഇത്ര ഡിഗ്രിയാണ് പഠിച്ചത്. ഇത്ര ഡിഗ്രിയാണ് റേഡിയനിക്ക് ആക്കാൻ പഠിച്ചു, റേഡിയൻ ഡിഗ്രിക്ക് പഠിച്ചു. ഇതിപ്പോ ഡിഗ്രിയുടെ കൂടെ മിനിറ്റ് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രിയും 20 മിനിറ്റുമാണ്. 40 ഡിഗ്രി കഴിഞ്ഞ് 41 ഡിഗ്രിയാണ് ആയിട്ടില്ല. 60 സെക്കൻഡ് ആണ് 1 മിനിറ്റ്. 60 മിനിറ്റ് ആണ് എന്ത്? 1 ഡിഗ്രി. ഇത് 40 ഡിഗ്രിയും 20 മിനിറ്റ് ആണ്. ഈ 20 മിനിറ്റ് 30 40 50 60 മിനിറ്റ് ആയാലേ ഇതിനെ 1 മിനിറ്റ് ആക്കിയിട്ട് ഇതൊരു ഡിഗ്രി ആക്കി എടുക്കാൻ പറ്റുള്ളൂ.
ഇതിപ്പോ 40 ഡിഗ്രിയും പിന്നെ കുറച്ചുണ്ട്, അത് ഡിഗ്രിക്ക് എത്താത്തോണ്ട് അതിനെന്ത് ചെയ്തു മിനിറ്റ് കാണും. നമ്മൾ സമയമൊക്കെ പറയില്ല, ഒന്നെങ്കിൽ കറക്റ്റ് 8 മണി അല്ലെങ്കിൽ 6 മണി. 6 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ എത്ര മിനിറ്റ്, 6 മണിയും 10 മിനിറ്റ്. ആ 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടി മൈനൂട്ട് അപ്രോക്സിമേറ്റ് എടുക്കുകയാണെങ്കിൽ 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് ഇത്ര സെക്കൻഡ് കാണാം. കറക്റ്റ് ഇത്ര മണി അല്ലെങ്കിൽ പിന്നെ അതിനെ മിനിറ്റിലേക്ക് ചാടിക്കണം. മിനിറ്റിലൊന്നും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പിന്നെ നമ്മൾ സെക്കൻഡിലേക്ക് ചാടിക്കണം. സോ 40 ഡിഗ്രി ആണെങ്കിൽ നേരം ചെയ്താൽ മതി, 40 ഇൻറ്റു പറഞ്ഞ് ചെയ്താൽ മതി അല്ലെ. നമ്മള് നേരത്തെ മനസ്സിലാക്കി. ഇത് 40 ഡിഗ്രി കഴിഞ്ഞ് കിടക്കുന്ന 41 ഡിഗ്രി ആയിട്ടില്ല. 41 ഡിഗ്രി എപ്പോഴാവുക, 40 ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഒരു ഡിഗ്രി കൂടെ വരണം. ഇതിന് 1 ഡിഗ്രി ആവാനുള്ള കഴിവില്ല. എത്ര മിനിറ്റ് ആണ് 1 ഡിഗ്രി ആവുക, 60 സെക്കൻഡ് 1 മിനിറ്റ് ആകും. 60 മിനിറ്റിന് 1 ഡിഗ്രി ആവാൻ പറ്റുള്ളൂ. ഇത് 20 മിനിറ്റേ ഉള്ളൂ. 30 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അര ഡിഗ്രി എന്നെങ്കിലും പറയും അല്ലെ. അപ്പൊ അത് അര ഡിഗ്രി ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി കഴിഞ്ഞിട്ട് അതിന്റെ അര ഡിഗ്രിന്റെ താഴെ. എനിവേ ഇതിന് മൊത്തം എത്ര ഡിഗ്രി ആണോ ആ ഡിഗ്രി ഇൻറ്റു പൈ ബൈ 180 ചെയ്താലേ റേഡിയനിലേക്ക് മാറാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് മൊത്തം ഡിഗ്രിക്ക് ചാടിക്കണമെങ്കിൽ ഇത് ഓൾറെഡി ഡിഗ്രിയാണ്, ഇതിനെ ഡിഗ്രി ആക്കണമെങ്കിൽ ഇവിടെ നോക്കാം. നമുക്കറിയാം 60 സെക്കൻഡ് ആണ് 1 മിനിറ്റ്, 60 മിനിറ്റ് ആണ് എന്ത് 1 ഡിഗ്രി. 60 മിനിറ്റ് ആയാലേ 1 ഡിഗ്രി ആവുള്ളൂ. 30 മിനിറ്റ് ആണെങ്കിൽ നമുക്ക് അര ഡിഗ്രി എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോ ഇത് 60 ആണ്, ഇത് 1 ആണ്, ഇത് മിനിറ്റ് ആണ്, ഇത് ഡിഗ്രിയാണ്. നമുക്ക് 20 മിനിറ്റ് വേണ്ടത്. രണ്ട് ഭാഗത്തും 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെയും ബൈ 60 ചെയ്യാം, ഇവിടെയും ബൈ 60 ചെയ്യാം. ഇപ്പൊ ഇതെന്ത് സംഭവിക്കും, 60 ബൈ 60 1 മിനിറ്റ് അല്ലെ, ഒന്നാവല്ലേ. ഇതോ 1 ബൈ 60 ഡിഗ്രി. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 ബൈ 60 ഡിഗ്രിയാണ്. അപ്പൊ 2 മിനിറ്റ് ആണോ, 1 പറഞ്ഞാൽ 1 ബൈ 60, 2 പറഞ്ഞാൽ 2 ബൈ 60, 3 പറഞ്ഞാൽ 3 ബൈ 60, 7 എന്ന് പറഞ്ഞാൽ 7 ബൈ 60. സോ 20 പറഞ്ഞാലോ, 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 20 ബൈ 60 ഡിഗ്രി. അപ്പോ ഈ മിനിറ്റിനെ നമുക്ക് ഡിഗ്രിക്ക് ചാടിക്കണം. മൊത്തം ഇത്ര ഡിഗ്രി ആണെങ്കിൽ അതിന് നമുക്ക് റേഡിയനിലേക്ക് മാറ്റാൻ പറ്റും. ഇത് ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചില്ലറ പൈസന്റെ വരെ കുറച്ച് മിനിറ്റുകളുണ്ട്. അപ്പൊ ഇത് മൊത്തം എത്ര ഡിഗ്രിയാന്ന് നോക്കും. അപ്പൊ ഇതിനെയും ഡിഗ്രി ആക്കണം എന്നർത്ഥം. 20 മിനിറ്റിനെ എങ്ങനെയാക്കാം, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര പറയുള്ളൂ, മിനിറ്റിലാണ് എങ്കിൽ അതിനെ 60 കൊണ്ട് ഹരിക്കുക. അപ്പൊ അത് ഡിഗ്രിക്ക് ചാടും. സോ ദിസ് വൺ ഈക്വൽ ടു 40 ഡിഗ്രി അടക്കട്ടെ. ഈ 20നെ മിനിറ്റ് ആണ്, അതിന് ഡിഗ്രി എഴുതണമെങ്കിൽ വെറുതെ ഡിഗ്രി കൊടുക്കാൻ പറ്റില്ല, അതിന്റെ താഴെ എന്ത് ചെയ്യണം, പൈ ആണ്. ഇത് 40 ഡിഗ്രിയും പിന്നെ എത്ര ഡിഗ്രിയാണ്, 60 കൊണ്ട് ഹരിച്ചാൽ പിന്നെ ഇതിന്റെ പവർ മാറ്റാം, ഇവിടെ ഡിഗ്രി ആക്കാം. ഓക്കെ, 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിനിറ്റ് മാറ്റി നമുക്ക് ഡിഗ്രി കൊടുക്കാം. ഈക്വൽ ടു 40 ഡിഗ്രി ആണ്. ഇത് കട്ട് ചെയ്താൽ 20 60 കട്ട് ചെയ്താൽ 1/3 കിട്ടും അല്ലെ. അപ്പൊ എന്തായി, 1/3 ഡിഗ്രി ആയി. ഇപ്പൊ 40 ഡിഗ്രിയും ഇത്ര ഡിഗ്രിയും, അപ്പൊ നമുക്ക് കൂട്ടാം. 40 പ്ലസ് 1/3 മൊത്തം. ഇപ്പൊ 2 ഡിഗ്രിക്ക് ചാടി കണ്ട ഡിഗ്രി ആയി, മറ്റേ ഡിഗ്രിയും മിനിറ്റ് ചെയ്തു. ഇപ്പൊ എത്ര മൊത്തം ഡിഗ്രി, ഇതൊക്കെ ഉണ്ട് ക്രോസ് ചെയ്തേക്കാം. 40ന് 120ഉം 1 കൂട്ടാം, 121, 121/3. ഇപ്പോ ഇത് മൊത്തം എത്ര ഡിഗ്രി ആയി, 121/3 ഡിഗ്രി മൊത്തം ഡിഗ്രി. ഇപ്പൊ അതിന് ഡിഗ്രിയും മിനിറ്റ് സെപ്പറേറ്റ് ഇല്ല. ഡിഗ്രിക്ക് ചാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ റേഡിയൻ ആക്കാം. എങ്ങനെ റേഡിയൻ ആക്കാം, തന്നിരിക്കുന്ന ഡിഗ്രി മെഷറിനെ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോഴാണ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയത്. ഓക്കെ, ഇതാണ് ഇങ്ങനെ. ഇനി നമ്മൾ അതിനെന്ത് ചെയ്യാ, റേഡിയനിലേക്ക് ചാടിക്കാം. ഈക്വൽ ടു ഇതിന്റെ ബാക്കി കേട്ടോ, 121/3 ഇൻറ്റു ഡിഗ്രി എന്നാണ് അതിന്റെ പവർ ലോഗിന്. അവിടെ നമുക്ക് റേഡിയൻ എഴുതണമെങ്കിൽ ഈ ഡിഗ്രി എന്ത് ചെയ്യാ, പൈ ബൈ 180 കൊണ്ട് കട്ട് ചെയ്യും. ഓക്കെ, ഇത് 180 ആണ്, ഇത് 121 ആണ്, ഇത് 11 × 11 ആണ്. 11 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് പിന്നെ എങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പൊ എന്ത് ചെയ്യാം, ലാസ്റ്റ് ആൻസർ 121 പൈ മുകളിൽ ഇത് ഗുണിക്കുക 0. അപ്പോ 121 പൈ ബൈ 520 റേഡിയൻ. അതാണ് ഇതിന്റെ റേഡിയൻ. കൺവേർട്ട് -47 ഡിഗ്രി 30 മിനിറ്റ് ഇൻടു റേഡിയൻ മെഷർ. ഇതിനെ റേഡിയനിലേക്ക് മാറ്റാം. ഡിഗ്രി ആണ്, ഡിഗ്രി കഴിഞ്ഞ് 40 ഡിഗ്രി കുറച്ചുകൂടെ ഉണ്ട്, ഡിഗ്രിക്ക് ആയിട്ടില്ല, പിന്നെ മിനിറ്റിൽ നിർത്തിയേക്കും. ഇതിനെ റേഡിയനിലേക്ക് മാറ്റാം.
മൈനസ് കണ്ട് പഠിക്കേണ്ട, അത് ക്ലോക്ക് വൈസിലാവുമ്പോൾ നെഗറ്റീവ്. നമ്മൾ പറഞ്ഞ ആംഗിൾ മെഷർമെന്റ് അല്ലെ, ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ പോസിറ്റീവ്, ക്ലോക്ക് വൈസിലാണ് നെഗറ്റീവ്. സോ മൈനസ് അടങ്ങുന്നുണ്ട്. നമുക്ക് ഇതിനെ ചെയ്യാം. 47 ഡിഗ്രി 30 മിനിറ്റ്. ഇത് മൊത്തം ഡിഗ്രി എത്രയാണ് നല്ല റേഡിയൻ പറയാൻ പറ്റും. സോ 47 ഡിഗ്രി 30 മിനിറ്റിന് 30 ഡിഗ്രി ബൈ 60 ചെയ്താൽ മതി. ബൈ 60 ചെയ്താൽ എന്തായി, അതിനെ ഡിഗ്രി ധൈര്യമായിട്ട് കൊടുക്കും. 47 ഡിഗ്രി 30/60 1/2 ഹാഫ് അല്ലേ, അര. അല്ലെങ്കിലും 30 മിനിറ്റ് ആണ് അര ഡിഗ്രി അല്ലേ. ഇതാ 47 ഡിഗ്രിയും അര ഡിഗ്രിയും 47 ഡിഗ്രി 47 അര 47 പ്ലസ് അര സീക്വൽ ടു ക്രോസ് ചെയ്തോക്കാം. ഇത് ഗുണിച്ചാല് 94 പ്ലസ് 1 95/2 അത്ര ഡിഗ്രി സീക്വൽ ടു. ഇപ്പൊ മൊത്തം ഡിഗ്രിയിലാണ്. ഇനി ആ 95/2 എന്ത് ചെയ്താൽ മതി, റേഡിയൻകാണെങ്കിൽ റേഡിയൻ എഴുതണമെങ്കിൽ അതിന്റെ റേഡിയൻ ഇവിടെ ചെയ്താൽ മതി. ഇത് ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ ഇവിടെ 5/180 കൊണ്ട് മതി. വെട്ടാൻ പറ്റത്രയും വെട്ടാം. ഇതിൽ എത്ര 5 ഉണ്ട് നോക്കുക. 18 എത്ര 5 ഉണ്ട് നോക്കുക. 150 36. ഓക്കെ, 18 3 5 15 ബാക്കി 3 30 6 5 അല്ലെ. ഇനി 95 എത്ര 5 ഉണ്ട് നോക്കുക. 9 എത്ര 1 5 5 ബാക്കി 4 40 9 19 ഉണ്ട്. പൈ 2 36. സോ 19 പൈ മുകളിൽ വരും. 2 36 വന്നാൽ 72 റേഡിയൻ ആണ്. ഇതാണ് ആൻസർ. തന്നിരിക്കുന്ന നെഗറ്റീവിലാണ്, അതുകൊണ്ട് ഒരു പേടിയും പേടിക്കേണ്ട. അത് നെഗറ്റീവിലാണ് പോന്നാൽ മതി. ഇതാണ് ആൻസർ. -19 π/72 റേഡിയൻ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺവേർട്ട് 6th റേഡിയൻ ഇൻടു ഡിഗ്രി മെഷർ. 6th റേഡിയനെ ഡിഗ്രിക്ക് മാറാനാണ്. റേഡിയൻ തന്നാൽ ഡിഗ്രിക്ക് മാറാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ തന്നിരിക്കുന്ന റേഡിയന് 180/π ചെയ്താൽ നേരെ ഡിഗ്രിക്ക് മാറും. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത റേഡിയനെ ഡിഗ്രിക്ക് മാറ്റി നമുക്ക് തരുമ്പോൾ എപ്പോഴും അതിന്റെ കൂടെ പൈ ഉണ്ടായിരുന്നു. 7π/2 റേഡിയൻ. ഇതിനെ ഡിഗ്രിക്ക് മാറാം. ഇതിനെ ഡിഗ്രിക്ക് മാറ്റാൻ 180/π കൊണ്ട് മൾട്ടിപ്ലൈ. ഈ പൈയും പെട്ടെന്ന് വെട്ടിപ്പോയി നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. തരുന്ന റേഡിയനിൽ സാധാരണ പൈ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൈയും കട്ട് ചെയ്ത് പോകും. എന്നാൽ ഇവിടെ തരുന്ന റേഡിയനിൽ പൈ ഇല്ല. അതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ട്, നമുക്ക് ചെയ്യാം. ഓക്കെ, 6th റേഡിയൻ ഈക്വൽ ടു 6നെയാണ് റേഡിയൻ, 6 ആണ് റേഡിയൻ. അതിനെ ഡിഗ്രിക്ക് മാറാം. 6 × 180/π. അപ്പൊ നമ്മൾ 180/π കൊണ്ട് ഗുണിച്ചു. അപ്പൊ പിന്നെ ഇവിടെ പേരെന്തായിനോ, പിന്നെ അവിടെ ഡിഗ്രി എന്നായി പേര്. ഓക്കെ, ഇത്ര ഡിഗ്രി. ഇത് ഡിഗ്രിയാണ് പറയാം. സെറ്റ് ആക്കാം. ഈക്വൽ ടു 6 × 180/π. പൈയുടെ വാല്യൂ 22/7 ആണ്. 22/7 ആണ് പൈന്റെ വാല്യൂ. അത് ഇവിടെ കൊടുക്കും. 6 × 150 22/7 ഇവിടെ കൊടുക്കും. ഓക്കെ, ഈക്വൽ 6 × 180/22. ഇവിടെയുള്ള /7 മുകളിലേക്ക് വന്ന് ഇവിടേക്ക് എത്തും. ×7 ആണ്. പൈയുടെ വാല്യൂ കൊടുക്കാം 22/7. ഇത് ഓൾറെഡി ഇവിടെ പൈ ഉണ്ടതിന് ശേഷം പൈ വന്നാൽ ഏറ്റവും താഴെ വരുന്നത് ഇങ്ങോട്ട് റെസിപ്രോക്കൽ മറിഞ്ഞു വരും 7. ഇനി ഇത് രണ്ടും കട്ട് ചെയ്യാം. ഇതിന്റെ പകുതി 3, ഇതിന്റെ പകുതി 11. ഇനി 11 കട്ട് ചെയ്യാൻ പറ്റിയ ഇവിടെ ആരുമില്ല. സോ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈ 11 അടക്കട്ടെ. ഇത് ഗുണിക്കും. ഇത് 21 ആണ്. 21 × 180. 21 × 150 ഗുണിച്ചു കൊടുക്കുക. താഴെ 11. എത്രയാണോ അത്ര ഡിഗ്രി എന്ന് കൊടുക്കുക. 21 150 ഗുണിച്ചു 3780/11 അത്ര ഡിഗ്രി. ഇത് കറക്റ്റ് വെട്ടി പോവാണെങ്കിൽ ഇപ്പൊ തമ്മിൽ ഹരിച്ചാല് 65 ആണെങ്കിൽ 3780-നെ 11 കൊണ്ട് വരെ 65 കിട്ടും എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ആൻസർ കഴിഞ്ഞു 65 ഡിഗ്രി. പക്ഷെ ഇവിടെ 3780-നെ 11 കൊണ്ട് കറക്റ്റ് ഹരിക്കാൻ പറ്റൂല. അപ്പൊ എത്ര കറക്റ്റ് ഉണ്ടോ ബാക്കി എത്ര നമുക്ക് ഹരിച്ചു നോക്കാം. 3780-നെ 11 കൊണ്ടാണ് 37 എത്ര 3 × 11 33. ബാക്കി ഇവിടെ 4 അല്ലേ. ഇനി 8 എടുക്കാം. 48-ല് 4 4 × 11 44. ബാക്കി വരുന്നത് 4. 0
40 4 അല്ല 3 ഉള്ളൂ. 3.33 ബാക്കി ഇവിടെ 7. ഇനി ഇവിടെ എങ്ങോട്ട് ഇറങ്ങാല്, അതായത് 343 പിന്നെ കുറച്ച് റിമൈൻഡർ വരും അല്ലെ. അപ്പൊ 343 ഡിഗ്രിയിലേറുണ്ട് അങ്ങനെ പറയാനുള്ളൂ. ഇത് ഹരിച്ചാൽ കറക്റ്റ്, ഇതിപ്പോ റിമൈൻഡർ 0, ശിഷ്ടം 0 ആണ് എങ്കിൽ നമുക്ക് പറയാം തമ്മിൽ ഹരിച്ചാൽ 343 കിട്ടി. സോ ലാസ്റ്റ് ആൻസർ ഈസ് 343 ഡിഗ്രി അവിടെ നോക്കാം. പക്ഷെ ഇത് 343 ഡിഗ്രിയിലേറെ കുറച്ചില്ലേ, അപ്പൊ പിന്നെ എങ്ങനെ വെച്ചാ ഈക്വൽ ടു 343 പ്ലസ് 7 ആണ് ബൈ 11. അത്ര ഉണ്ട്. ശരിക്കും അത് ഇത്ര ഡിഗ്രി ഉണ്ട്. 343 ഡിഗ്രിയും ഇത്ര ഡിഗ്രി ഉണ്ട്. 343 ഡിഗ്രിയും പ്ലസ് 7/11. 11/11 ആണ്. അത് 0. സംതിങ് കുറച്ചൊരു ഡിഗ്രിയിലാണ് കുറച്ച് കൂടുതൽ ഡിഗ്രിയും പിന്നെ കുറച്ചും. അങ്ങനെയാണെങ്കിൽ 343 ഡിഗ്രി, ഇത് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ 344 ഡിഗ്രി ആണ്. ഇതൊരു ഡിഗ്രി ആയിട്ടില്ല. അപ്പൊ ഒരു ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് മിനിറ്റിലേക്ക് ചാടിക്കാം. മിനിറ്റിലും 1 മിനിറ്റിലെ കുറവാകുമ്പോൾ സെക്കൻഡിലേക്ക് ചാടും. അപ്പോ ഇത്ര ഡിഗ്രിയും പിന്നെ എത്ര ഡിഗ്രിയും ഉണ്ട്, 343 ഡിഗ്രിയും ഇത്ര ഡിഗ്രിയും മൊത്തത്തിൽ ഡിഗ്രിയാണ്. സോ അതിനെങ്ങനെ എഴുതാം, ഈക്വൽ ടു 343 ഡിഗ്രി പ്ലസ് ഇത് ഡിഗ്രിയാണ്, ഒരു ഡിഗ്രി ആയിട്ടില്ല. ഒരു ഡിഗ്രി ആയിരുന്നെങ്കിൽ ഇതിലേക്ക് കൂട്ടാമായിരുന്നു. അപ്പൊ പിന്നെ ഇതിനെ നമുക്ക് സെക്കൻഡിലേക്ക് മിനിറ്റിലേക്ക് ചാടിക്കാം. നേരത്തെ നമ്മൾക്ക് മിനിറ്റിനെ നമ്മൾ 60 കൊണ്ട് ഹരിച്ചു, എന്നിട്ട് നമ്മൾ ഒഴുകി ചാടി മിനിറ്റിനെ ഡിഗ്രിക്ക് ചാടി. ഇത് ഡിഗ്രിയാണ്, ഡിഗ്രിയെ മിനിറ്റിലേക്ക് ചാടിക്കണമെങ്കിൽ ഇത് വലുതാണ് ഡിഗ്രി, അതിനെ ചെറുതിലേക്ക് ചാടിക്കണമെങ്കിൽ ഇൻറ്റു 60 ചെയ്താണ്, 60 കൊണ്ട് ഗുണിക്കാം. 343 ഡിഗ്രിയും പിന്നെ 7/11 ആയിരുന്നു, അതിനെന്ത് ചെയ്യാ ഇൻറ്റു 60 ചെയ്യാം. ഇൻറ്റു 60 ചെയ്താൽ എന്താവും, അത് മിനിറ്റിലേക്ക് ചാടും അല്ലെ. സോ 343 ഡിഗ്രി ഇത് ഗുണിക്കുക 6×42 420/11 അത്ര മിനിറ്റ്. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യും. ഇത് ഡിവൈഡ് ചെയ്ത കറക്റ്റ് നമ്പർ ആണെങ്കിൽ ഇപ്പോ 26 ആണ് കിട്ടുന്നെങ്കിൽ 343 ഡിഗ്രിയും 26 മിനിറ്റ് അവിടെ വെക്കാം. ഇനി ആ ഡിഗ്രി കറക്റ്റ് അല്ല എങ്കിൽ മിനിറ്റിൽ നിന്ന് കുറച്ചുകൂടെ എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അതിനെ പിന്നെ നമ്മൾ സെക്കൻഡിലേക്ക് ചാടിക്കണം. സോ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. 420/11 42 3 3/33 ആണ്, ബാക്കി 9. 0 ആക്കിയതാ 90 എത്ര 8 എണ്ണം, 8/11 88, ബാക്കി വരുന്നത് 2. ഇവിടെ ബാക്കി വരുന്നില്ല എങ്കിൽ ഇത് കറക്റ്റാ 38 എണ്ണം. അങ്ങനെയാണെങ്കിൽ ഇത്ര ഡിഗ്രിയും 38 മിനിറ്റും പറഞ്ഞു നിർത്താം. എന്നാൽ ഇത് 38 മിനിറ്റ് പിന്നെ കുറച്ച് എക്സ്ട്രീ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്തു 343 ഡിഗ്രി 38 പിന്നെ 2 അപ്പൊ 2/11 ഇത്ര ഡിഗ്രിയാണ്. ഇത് ശരിക്കും ഇത്ര മിനിറ്റ് ആണ്, 38 പ്ലസ് 2/11 അത്ര മിനിറ്റ് ആണ്. അപ്പൊ ഇത് 38 മിനിറ്റ് കൊടുക്കുക പിന്നെ കുറച്ചുകൂടി. അപ്പൊ 343 ഡിഗ്രി 38 മിനിറ്റ് പിന്നെ 2/11 അത്ര മിനിറ്റ് വരുന്നുണ്ട്. 2/11 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്, 1 മിനിറ്റ് ആയിട്ടില്ല. 1 മിനിറ്റ് ആയിക്കണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കൂട്ടി 39 മിനിറ്റ് വരെ വരും. അപ്പൊ ഇത് പിന്നെ മിനിറ്റ് ആവാത്തത് കൊണ്ട് 1 മിനിറ്റിനേക്കാൾ താഴെ അതുകൊണ്ട് അതിന് നമ്മള് സെക്കൻഡിലേക്ക് ചാടി. അപ്പൊ 343 ഡിഗ്രി 38 മിനിറ്റ് 2/11 ആണ്. ആ മിനിറ്റ് തികയാത്തത് കൊണ്ട് അതിനെ സെക്കൻഡ് ആക്കി. സെക്കൻഡ് ആക്കണമെങ്കിൽ ഇൻറ്റു 60 ചെയ്താൽ മതി. സോ ഈക്വൽ ടു 343 ഡിഗ്രി 38 മിനിറ്റ് 2/12 120 അല്ലെ, 120/11 ചെയ്യാം. എത്രയാണോ അത്ര സെക്കൻഡ്. ആ സെക്കൻഡ് കറക്റ്റ് ആണെങ്കിൽ അവിടെ തീർന്നു. അതിനപ്പുറമാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്രോക്സിമേറ്റ്ലി ചെയ്താൽ മതി. 120നെ 11 കൊണ്ട് ഹരിക്കാം. 120/11 12 1 1 11 ബാക്കി 1 0 ആക്കി. 10 11 ഉണ്ടോ ഇല്ല അല്ലേ, 10. അപ്പൊ എന്ത് ചെയ്യാ 120നെ 11 വെച്ചാൽ 10നേക്കാൾ കുറച്ചായില്ല, 10ഉം പിന്നെ കുറച്ചുണ്ടോ 10 സംതിങ് ആണ് വരിക. ഇനി നമ്മൾ സാധാരണ ചെയ്യുകയാണെങ്കിൽ 0 പോയിന്റ് ഇടാം അല്ലെ. 100 പിന്നെ എത്ര നമ്മളൊന്ന് നോക്കും, അങ്ങനെയല്ലേ 0 പോയിന്റ് ഇട്ട് ചെയ്യാം. അപ്പോ 100 എത്ര പോയെന്ന് നോക്കിച്ചാൽ മതി. 100 1 ഒക്കെ വരുള്ളൂ. അപ്പോ ഇതെങ്ങനെ വെച്ചാൽ 10നേക്കാൾ കുറച്ച് കൂടും. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് 343 ഡിഗ്രി 38 മിനിറ്റ്. ഇത് ചെയ്താൽ 11 ഇല്ല 121/11 ആണെങ്കിൽ 121/11 ആണെങ്കിൽ ആൻസർ കറക്റ്റ് 11 ആണ്. ഇത് 10നേക്കാൾ കുറച്ച് കയറും 10 പോയിന്റ് സംതിങ് ആണ് അല്ലെ.
10 സെക്കൻഡ് വേണമെങ്കിൽ 11 അടുത്ത് കാണാം. അതുകൊണ്ട് 11 സെക്കൻഡ് അപ്രോക്സിമേറ്റ്ലി എന്ന് പറയാം. ഇതാണ് ലാസ്റ്റ് ആൻസർ. ഓക്കെ, അപ്പോ ഡിഗ്രിയിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ നേരെ മിനിറ്റിലേക്ക് മാറ്റണം. മിനിറ്റിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ സെക്കൻഡിലേക്ക് കറക്റ്റ് ഒതുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അപ്രോക്സിമേറ്റ്ലി കൊടുത്തിരിക്കും. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇൻ വിച്ച് ദ സെൻട്രൽ ആംഗിൾ ഓഫ് 60 degree intersects an arc of length 37.4. ഒരു സർക്കിളിന്റെ റേഡിയസ് ആണ് കാണുന്നത്. 37.4 ആർക്ക് ലെങ്ത് ഉള്ള ആ ആർക്ക് അതിന്റെ സെൻട്രലിൽ 60 ഡിഗ്രി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ് ചോദ്യം. അപ്പൊ ഒരു സർക്കിള് ഇതിന്റെ ആർക്ക് ലെങ്ത് തന്നിരിക്കുന്നതാ. ഇത് 37.4 37.4 ആർക്ക് ലെങ്ത് കുറെ സർക്കിൾ ഉണ്ടാക്കാം. ഇതിനുണ്ടാക്കാം. ഇതിനേക്കാൾ വലുതൊന്നതാ, വലിയൊരു സർക്കിൾ. ഇതിന് ഇത്രക്കാണെങ്കിൽ ഇത് ഇത്രക്കുണ്ടാവും. ഇത് 37.4, ഇത് 37.4 ഉണ്ടാവും. പക്ഷേ ഇതിന്റെ സെൻട്രൽ ആംഗിൾ ആവില്ല, ഇതിന്റെ സെൻട്രൽ ആംഗിൾ മാറ്റണം. ഓക്കെ, എത്ര പോകുന്ന സർക്കിൾ ഉണ്ടാക്കാം? 37.4. അത് ചിലപ്പോ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇത്രക്ക് ഉണ്ടാവും. അപ്പൊ അതിന്റെ സെൻട്രൽ ആംഗിൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എടുക്കുക. ഇത്രയും ഭാഗം അതിന്റെ സെൻട്രൽ ആംഗിൾ എത്ര ഉണ്ടാവും? അപ്പോ 37.4 ആർക്ക് ലെങ്ത് ഉള്ള ഒരു സർക്കിൾ, പല സർക്കിൾ ഉണ്ടാവും, ചെറുതും വലുതും. അതിന്റെയൊക്കെ സർക്കിൾ ആർക്സ് ഉണ്ടാക്കുന്ന ചാപങ്ങൾ ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ പലതായിരുന്നു. ഇതിന്റെ സെൻട്രൽ ആംഗിൾ 60 ആണ്. അപ്പോ 37.4 ആർക്ക് ലെങ്ത് ഉള്ള ഒരുപാട് സർക്കിൾ ഉണ്ടാവും. അതില് ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ആണെങ്കിൽ അങ്ങനെ ഒരു സർക്കിളേ ഉള്ളൂ. ആ സർക്കിളിന്റെ റേഡിയസ് ആണ് കാണുന്നത്. സോ ഗിവൺ ദാറ്റ് ഇത് സെൻട്രൽ ആംഗിൾ ആണ്. സെൻട്രൽ ആംഗിൾ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? തീറ്റ അല്ലെ? തീറ്റ 60 ഡിഗ്രി ആണ്. ഇത് ഡിഗ്രിയിലാണ് റേഡിയയിലേക്ക് മാറും. നമ്മൾ പഠിച്ചു L/R ഈക്വൽ ടു തീറ്റ. ആർക്ക് ലെങ്തിനെ റേഡിയസ് കൊണ്ട് ഹരിച്ചാൽ അവിടെ കിട്ടുന്ന സെൻട്രൽ ആംഗിൾ കിട്ടും നമുക്ക് അല്ലെ? അതിനാണ് നമ്മൾ റേഡിയനൊക്കെ പറഞ്ഞത്. തീറ്റ മസ്റ്റ് ബി ഇൻ റേഡിയസ്. L/R ഈക്വൽ ടു തീറ്റ. നമുക്ക് കണ്ടുപിടിക്കുന്ന റേഡിയസ് ആണ്. എല്ലും അറിയാം, നമുക്ക് തീറ്റ പറയാം. ഇവിടെ തീറ്റ 60 ഡിഗ്രി എന്നാണ് നമ്മുടെ തീറ്റ. അത് ഡിഗ്രിയിലാണ്. അതിനെ നമ്മള് റേഡിയനിലേക്ക് മാറ്റാം. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/3 റേഡിയൻ ആണ്. സോ തീറ്റക്ക് പകരം π/3 എടുക്കാം. ഇത് 37.4 ആണ്. അതാണ് നമ്മൾ ആർക്ക് ലെങ്ത് ചെയ്യുന്നത്. L ഈക്വൽ ടു 37.4. എല്ലും ആറും എല്ലും അറിയാൻ തീറ്റ ആണ്. കണ്ടുപിടിക്കേണ്ട ആർക്ക് ലെങ്ത് സോറി റേഡിയസ് ആണ് R ആണ്. ഫ്രം ഹിയർ വി നോ ദാറ്റ് L/R ഈക്വൽ ടു തീറ്റ. ഫ്രം ഹിയർ R ഈക്വൽ ടു ഈ R അങ്ങോട്ട് കൊണ്ടുവച്ചാൽ L ഈക്വൽ ടു R തീറ്റ കിട്ടും. അതേമാതിരി R അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തീറ്റ അങ്ങോട്ട് നോക്കാം. അപ്പൊ L/θ ഈക്വൽ ടു R കിട്ടും. L/θ ഈക്വൽ ടു R. എല്ലിനെ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ആ സർക്കിളിന്റെ റേഡിയസ് കിട്ടും. ഓക്കെ, സോ R ഈക്വൽ ടു L/θ ആണ്. എല്ലിന്റെ വാല്യൂ 37.4. പിന്നെ തീറ്റ എന്ന് പറഞ്ഞാല് തീറ്റ ഈക്വൽ ടു π/3 ആണ് അല്ലെ? which is equal to 37.4 by pi. ഈ by3 ഇങ്ങോട്ട് വന്നിട്ട് into 3 ആവും. ഓക്കെ, which is equal to 37.4 into 3 by പൈയുടെ വാല്യൂ 22/7 ആണ് അല്ലെ? which is equal to 22. ഈ by 7 മുകളിലേക്ക് വരുമ്പോൾ into 7 ആവും. സോ 37.4 into ഈ 7 3 ഗുണിച്ചാൽ 21 by 22. 37.4 21 കുടിക്കാം, അതിനെ 22 കൊണ്ട് ഹരിക്കാം. അപ്പോ 785.4 by 22 35.7 സെന്റിമീറ്റർ കിട്ടും. അതാണ് അതിന്റെ ആർക്ക് ലെങ്ത്. ആ സർക്കിളിന്റെ റേഡിയസ് അല്ലെ? സർക്കിളിന്റെ റേഡിയസ് 35.7 സെന്റിമീറ്റർ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a circle of diameter 40 centimeter, the length of a chord is 20 centimeter. Find the length of the minor arc of the chord. Now question. ഒരു സർക്കിൾ ഡയമീറ്റർ 40 ആണ് എന്ന് പറഞ്ഞാൽ റേഡിയസ് 20 ആണ്. ഡയമീറ്റർ 40 ആണെങ്കിൽ റേഡിയസ് 20. ഓക്കെ, ഇങ്ങനെയുള്ള സർക്കിളിലെ ഒരു കോഡിന്റെ ഞാനിന്റെ നീളം തന്നിരിക്കുന്നത് 20 റേഡിയസ് ആണ്. ഇവിടെ ഇത് 20 ആണ്. കോഡ് 20 ആണ്. ഇതിനേക്കാൾ വലിയ കോഡുകൾ ഇങ്ങനെ വരച്ചാൽ കാണാം
ഇതിനേക്കാൾ ചെറുത് വടി വരക്കാം. അതിലൊരു കോഡ് 20 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോഡിന്റെ ഈ ഞാണിന്റെ ആ ഭാഗത്തേക്ക് കൊണ്ടൊരു ആർക്ക്, ഇങ്ങോട്ടുണ്ട് ആർക്ക്. ഇത് വലിയ ആർക്കാണ്, മേജർ ആർക്ക്, ഇത് മൈനർ ആർക്ക്. ഈ മൈനർ ആർക്ക് എത്ര ലെങ്ത് ഉണ്ടാവും അതിന്റെ നീളം ചോദിക്കും. 40 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള വ്യാസമുള്ള ഒരു സർക്കിൾ, അതിൽ 20 സെന്റിമീറ്റർ നീളമുള്ള ഒരു കോഡ് ഞാനുണ്ട് എങ്കിൽ ആ ഞാണിന്റെ ചെറിയ ആർക്കിന്റെ നീളം കാണും. ഓക്കെ, അപ്പൊ ഇത് 20 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ 20, ഇത് 20 ആണ്. അപ്പോ ഈ ആർക്കിന്റെ ഈ കോഡിന്റെ ലെങ്ത് തന്നെയാണ് നമ്മളെ റേഡിയസ് മനസ്സിലാക്കുക. ഡയമീറ്റർ 40 ആകുമ്പോൾ റേഡിയസ് 20 അല്ലേ? ഇത് തന്നെയാണ് ഇത്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരാം. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ലെങ്ത് ആണ് കാണേണ്ടത്. ഇതാ നടക്കാം. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു, ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു. ഇത് റേഡിയസ് 20 ആണ്, അതും റേഡിയസ് 20 ആണ്. ഇത് ആർക്കിന്റെ ലെങ്ത്, അത് 20 ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, here the length of a chord is equal to the radius of the circle. Therefore the triangle is an equilateral triangle. അത് equilateral triangle ആണ് അല്ലേ? അപ്പൊ നമുക്ക് എല്ലാ സൈഡിലും ഈക്വൽ ആകുമ്പോൾ എല്ലാ ആംഗിളും ഈക്വൽ ആകില്ലേ? അപ്പൊ അതിന്റെ ഈ ആംഗിൾസ് ഒക്കെ എത്രയാണ്? 60 അല്ലേ? അപ്പൊ ഈ ആംഗിൾ 60 ആണ് അല്ലെ? ആർക്ക് ലെങ്ത് ആണ് കാണുന്നത്. നമ്മൾ പഠിച്ചു L/R ഈക്വൽ ടു തീറ്റ. ഇവിടുന്ന് L ഈക്വൽ ടു R തീറ്റ കിട്ടും, പിന്നെ R ഈക്വൽ ടു L/θ. അതൊക്കെ നമുക്കറിയാം. ഒരു സർക്കിളിന്റെ ആർക്ക് ലെങ്തും ആ ആർക്ക് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിളും പറയുമെങ്കിൽ റേഡിയസ് കിട്ടാം. റേഡിയസും ആർക്ക് ലെങ്തും സെൻട്രൽ ആംഗിൾ നമ്മൾ ബന്ധമുണ്ട്. ഇവിടെ ഇതാ ഇങ്ങനെ ആർക്ക് ലെങ്ത്, അത് ഉണ്ടാക്കുന്ന സെൻട്രൽ ആക്കുന്ന ആംഗിൾ തീറ്റ റെഡിയാണ്, പിന്നെ റേഡിയസ് റെഡിയാണ്. ആറും തീറ്റ റെഡിയാണെങ്കിൽ നമുക്ക് L കാണാം. ഹിയർ റേഡിയസ് ഈക്വൽ ടു 20 ആണ്, തീറ്റ എന്ന് പറഞ്ഞാൽ 60 ആണ്, അതിന് റേഡിയയിൽ പറയാൻ സോ π/2. ആറും റെഡിയാണ്, തീറ്റ റെഡിയാണെങ്കിൽ L കാണാം. L ഈക്വൽ ടു R ഇൻറ്റു തീറ്റ അല്ലെ? R ഇൻറ്റു 20 ഇൻറ്റു തീറ്റ π/3. സോ 20 π/3 ഇതാണ് ഈ മൈനർ ആർക്കിന്റെ ലെങ്ത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A wheel makes 360 revolution in 1 minute. Through how many radians does it turn in 1 second? ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ചക്രം ഒരു മിനിറ്റിൽ 360 പ്രാവശ്യം കറങ്ങും. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ആ ചക്രം എത്ര റേഡിയൻ കറങ്ങും? നമുക്കറിയാം ഇത് π/2 ആണ്, ഇത് π ആയി 2 π/2 ആണ്. ഇതിങ്ങനെ മുഴുവനാകുമ്പോ 4 π/2 2π 90 ഡിഗ്രി, പിന്നെ 90 180. അപ്പൊ 2 π/2 π ആവും. 3 π/2 4 π/2 4 π/2 പറഞ്ഞാൽ 4 പ്രാവശ്യം അത്ര കറങ്ങും. ഇത് കറങ്ങും. ഒരു പ്രാവശ്യം കറങ്ങുക എന്ന് പറഞ്ഞാൽ 4 90 360 ഡിഗ്രി. ഇത് π/2 2 π/2 പറയുമ്പോ π ആയി. ഇതൊരു π ഇതൊരു π 2 π ആണ്. അപ്പൊ ഒരു കറക്കം കറങ്ങുക എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി എന്ന് പറയാം. ഈ ഒരു കറക്കത്തെ ഒരു റെവല്യൂഷൻ എന്ന് പറയാം. ഒരു റെവല്യൂഷൻ ആണ് എന്ത്? 2π റേഡിയൻ. സോ വി നോ ദാറ്റ് 1 revolution is equal to 2π റേഡിയൻ. ഒരു റെവല്യൂഷൻ, ഒരു കറക്കം എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ. ഓക്കെ, ഹിയർ the number of revolutions in 1 minute. ഒരു മിനിറ്റിലെ റെവല്യൂഷന്റെ എണ്ണം എത്ര പ്രാവശ്യം കറങ്ങുന്നത്? ഒരു മിനിറ്റില് 360 പ്രാവശ്യം. സോ number of revolution in 1 minute. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലെ? 60 സെക്കൻഡിൽ എത്രയാണ്? 360 പ്രാവശ്യം. ഒരു മിനിറ്റിൽ 360 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡിൽ 360 പ്രാവശ്യം. അങ്ങനെയാണെങ്കിൽ ഇൻ 1 മിനിറ്റ് അല്ലെ? 60 സെക്കൻഡിൽ ഇൻ 60 സെക്കൻഡ് എത്ര? 360 ടൈംസ് 360 പ്രാവശ്യം. അങ്ങനെയാണെങ്കിൽ ഇൻ 1 സെക്കൻഡ്, ഒരു സെക്കൻഡ് എത്ര പ്രാവശ്യം കറങ്ങും? 360/60 എത്രയാണ്? അത്ര പ്രാവശ്യം. 36/6 എത്ര? 6 ടൈംസ്. ഒരു സെക്കൻഡിൽ 6 പ്രാവശ്യം കറങ്ങും. ഒരു കറക്കം എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആണ്. ഒരു സെക്കൻഡിൽ 6 പ്രാവശ്യം കറങ്ങും. അങ്ങനെയാണ് ഒരു സെക്കൻഡിൽ 6 പ്രാവശ്യം കറങ്ങും. എത്ര പ്രാവശ്യം? അത് എത്ര റേഡിയനാ? 6 × 2π എന്ന് പറഞ്ഞാൽ 12π റേഡിയൻ. അപ്പൊ ഒരു സെക്കൻഡിൽ 12π റേഡിയൻ അത്രയാണ്. ഓക്കെ, find the angle in radian through which a pendulum spins. If its length is 75 cm and
It describes an arc of length 15 centimeter. ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇൻ റേഡിയൻ. റേഡിയനിലാണ് കണ്ടത്, ഡിഗ്രിയിലാണ്. ഒരു പെൻഡുലം അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ആ പെൻഡുലത്തിന്റെ നീളം തന്നിരിക്കുന്നു 75 സെന്റിമീറ്റർ. ആ പെൻഡുലം കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ടിപ്പ് ഉണ്ടാക്കുന്ന ആർക്കിന്റെ ലെങ്ത് 15 ഒരു പെൻഡുലം ഇതിവിടെ ഫിക്സ് ചെയ്തിട്ട് ഇത് ഫ്രീ ആക്കുക അല്ലെ, എന്നിട്ട് ഇങ്ങനെ കറങ്ങുക. അതിങ്ങനെ കറങ്ങുമ്പോ ഈ അറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഇങ്ങനെ ഫോം ചെയ്തു. ഇതാണ് ആ പെൻഡുലത്തിന്റെ നീളം. ഇതാണ് തന്നിരിക്കുന്നത് 75. ഈ അറ്റം ഉണ്ടാക്കുന്ന ആർക്കിന്റെ ലെങ്ത് 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ്? ആംഗിൾ ഇൻ റേഡിയൻ. സോ ഈ ഒരു പെൻഡുലം ഇങ്ങനെ ആടുകയാണ്. ഈ പെൻഡുലം നീളം എന്ന് പറയുന്നത് റേഡിയസ് ആണ് അല്ലെ, ഇത് നമ്മുടെ റേഡിയസ് ആണ്. സോ റേഡിയസ് ഈക്വൽ ടു 75. ഈ ആർക്കിന്റെ ലെങ്ത് തന്നിരിക്കുന്നു, ഈ അറ്റം ഉണ്ടാക്കുന്ന ആർക്ക് 15 ആണ്. സോ L ഈക്വൽ ടു 15. കണ്ടുപിടിക്കുന്ന തീറ്റയാണ്, തീറ്റ ഇൻ റേഡിയൻ, തീറ്റയാണ് പുസ്തകം. ഓക്കെ, clear that L by R equal to theta അല്ലെ, L by R ചെയ്താൽ തീറ്റ കിട്ടും. സോ L by R ചെയ്യാം. L എത്രയാ? 15 by R 75. 5 കൊണ്ട് കട്ട് ചെയ്യാം, 15 കൊണ്ട് കട്ട് ചെയ്യാം. ഇതിൽ എത്ര 15 നോക്കിയാൽ മതി. ഇതിൽ ഒരു 15, ഇതില് 5 15. സോ 1/5 അത്ര റേഡിയൻ. അതാണ് തീറ്റ. സോ ഇതോടുകൂടി ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ പുതിയ കൺസെപ്റ്റുമായി തിരിച്ചു. ഓക്കെ.